ക്യൂൻ എലിസബത്ത്. ഞാൻ ഞങ്ങൾ വീണ്ടും വരുന്നു. ആ ക്യാരക്ടർ പേരാണ് വിളിക്കുന്നത്. അറിയാതെ പറഞ്ഞ പഴയ പേര് വിളിച്ചത്. എനിക്ക് ഉത്തരവാദിത്വമില്ല കേട്ടോ. ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് വാങ്ങിച്ചു തരണം. അവിടെയും വന്നു കേട്ടോ. അല്ല എങ്ങനെയാണ് ഇപ്പൊ എത്രാത്ത ചോദ്യം, അവിടെയും എന്റെ അടുത്തേക്ക് എത്തിയെന്നുള്ളതാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. വെളിച്ചപ്പാടാണല്ലോ. നമുക്കൊരു ആൺവേഷം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. നമുക്കൊരു പുതിയ പടമുണ്ട്, മോഹൻലാലോട്ട് ഞാൻ ചെയ്യുക. ഒരു ലേഡി സ്പെഷ്യലി ആ മുണ്ടും മടക്കി കുത്തി താഴെ പോയിട്ട് പഴം വാങ്ങിച്ചിട്ട് തിരിച്ച് ലാലേട്ടൻ ഇങ്ങനെ അവിടെയൊക്കെ തിയേറ്ററിൽ ക്ലാപ്സ് കിട്ടി. ഓഡിയൻസ് മാറിയാലും പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യേണ്ടതാണ്. ഒരു പടം ഇപ്പൊ കാണും. അപ്പൊ ഞാൻ അതേസമയം മലയാളത്തിൽ അത് വരാറുണ്ട്. പക്ഷെ ഡിഫറൻസ് ടോയ്ലറ്റ്സ് ഇല്ലായിരുന്നു. സ്ത്രീകളാണെങ്കിലും വരുമ്പോഴത്തേക്കും കാരവൻ വേണം, ടോയ്ലറ്റ് യൂസ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ് ഒക്കെ ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. ക്യൂൻ എലിസബത്ത് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന 4ാമത്തെ സിനിമയെന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. അല്ലേ? കറക്റ്റാണല്ലോ, അറിവ് തെറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ? 4ാമത്തെ സിനിമ. ഈ സിനിമയുടെ സബ്ജക്റ്റ് കേട്ടപ്പോൾ മീരയാണ് പേർ എന്ന് നരന് കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ ഓർത്തു വന്നത് എന്തായിരിക്കും? ആദ്യം ഓർത്തത് വീണ്ടും ഒരു ഹിറ്റ് പടം മണക്കുന്നതായിട്ട് തോന്നി. കഥ കേട്ടപ്പോൾ ഇഷ്ടമായി. മീരയാണ് ഇത് ചെയ്യണത് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആദ്യം പപ്പേട്ടൻ്റെ പേരാണ് പറഞ്ഞപ്പോൾ, ഡയറക്ഷൻ പപ്പേട്ടൻ. അപ്പൊ അതിന് നമുക്കൊരു സമാധാനമായി പപ്പേട്ടന്. പിന്നെ ഇത് ആര് ചെയ്യണു? ക്വീൻ എലിസബത്ത് ടൈറ്റിൽ റോളാണല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ കഴിഞ്ഞ വർഷം മീര ഞങ്ങൾ ഒരിക്കൽ ദുബായിൽ വെച്ച് മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ മീര അങ്ങനെ തിരിച്ച് സിനിമ ചെയ്യണതോ അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടായില്ല. വരുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല മീര. അപ്പൊ അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചു ഞങ്ങൾ വീണ്ടും വരുന്നു. ദാറ്റ് ഈസ് സംതിങ് ഗുഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഫീലിംഗ്. ആൻഡ് അതുകൊണ്ട് നമുക്ക് ഒരു ഡബിൾ കോൺഫിഡന്റ് ആയിരുന്നു പടത്തിന്റെ കാര്യത്തിൽ. തീർച്ചയാണ്. മീരയോടും ഈ സബ്ജക്റ്റ് വരുമ്പോൾ നരനാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. സബ്ജക്റ്റ് ആദ്യം കേട്ടു. സബ്ജക്റ്റ് കേട്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നരേനാണ് മനസ്സിലുള്ളതെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണ്, അടിപൊളിയായിരിക്കും. എന്നാൽ പെട്ടെന്ന് എക്സൈറ്റഡ്. ആ സമയത്ത് നമ്മളെ ഒരേ സമയത്താന്ന് തോന്നുന്നു, സൈമിൾട്ടേനിയസ് ആയിട്ടാന്ന് തോന്നുന്നു കൺഫേം ചെയ്തു. ശരിക്കും ഞങ്ങളെ കൺഫേം ചെയ്യാണ്ട് നിങ്ങളുടെ പേരുകൾ പറയായിരുന്നു തോന്നുന്നു അല്ലേ? ആണോ? അല്ല, നമുക്ക് കഥ കേട്ടപ്പോ തന്നെ ഈ ഇങ്ങനൊരു പപ്പേട്ടനോട് മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് വന്നു. മീരാന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക്കലി അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു കഥ ആദ്യം കേൾക്കുന്നവരാണ്, പ്രൊഡ്യൂസേഴ്സാണ് ആദ്യം കഥ കേട്ടിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ മീരയിലേക്ക് പോകുന്നതും. അല്ല, പപ്പേട്ടന്റെ അടുത്ത് പപ്പേട്ടൻ ആദ്യം കഥ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് പറയുന്നു. കഥ കേട്ടിട്ട് പപ്പേട്ടൻ്റെ നേരെ തിരിച്ച് സംവിധായകന്റെ അടുത്തേക്ക് വരുന്നു. സംവിധായകന്റെ അടുത്തേക്ക് വന്നതിന് ശേഷമാണ് ഇവരിലേക്ക് പോകുന്നത്. അപ്പൊ പപ്പേട്ടന്റെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നമുക്ക് മീര ഇതിന് പറ്റിയ കൂട്ടായ ഒരു തീരുമാനം, മീരയെ നമുക്കൊന്ന് ഇവർ രണ്ടൊരു ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇത് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ത്രൂട്ട് എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് തന്നെ വേണം അതിനകത്ത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വന്നത് പല ആലോചനകൾ വന്നു. ഏറ്റവും അവസാനം വന്നു നിന്നത് മീരയിലാണ്. അപ്പൊ മീരയാണ് പെർഫെക്റ്റ് ഈ ക്യാരക്ടർ ചെയ്യാൻ. മീര ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ ചെയ്യാം. അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുവാണ്. അങ്ങനെയാണ് മീരയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മീരയിലേക്ക് എത്തുകയാണ് അല്ലെ? മീരയിലേക്ക് ആദ്യം എത്തുന്ന ആരാണ്? എന്നെ കോണ്ടാക്ട് ചെയ്തത് എന്റെ സിസ്റ്ററാണ്. ബിക്കോസ് രഞ്ജിത്തും ശ്രീരാമും പ്രൊഡ്യൂസേഴ്സ്, അവർ എന്റെ സിസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്തു എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ എന്നിട്ട് എൻ്റെ ചേച്ചിയോട് സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഷീ ഗോട്ട് എക്സൈറ്റഡ് ഭയങ്കരമായിട്ട്. അതെ, ഒരു അടിപൊളി സബ്ജക്റ്റ് ഞാൻ കേട്ടു കേട്ടോ, ഡയറക്ടർ പത്മകുമാർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ, ഇത് മസ്റ്റായിട്ട് കേൾക്കണം. എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഫീമെയിലിന്റെ ആണ് ഏറ്റവും ഈ സിനിമ. അതിന്റെ പേര് തന്നെ, ടൈറ്റിലും അത് തന്നെയാണ്. അത് ഒരു മീരയെ സംബന്ധിച്ചുള്ള ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചതാണ്.
മീര വീണ്ടും ഒരു തിരിച്ചുവരവ്, പ്രേക്ഷകർ നിങ്ങൾ രണ്ടുപേരുടെ ഒരു കാത്തിരിപ്പ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാന്നുള്ള കാത്തിരിപ്പ് പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയാണ്. ഇത്തരം ഒരു ടൈറ്റിൽ സബ്ജക്റ്റ് കേട്ട് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുമ്പം പെട്ടെന്നൊരു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? നമ്മളിലൂടെയാണ് കഥ പോകുന്നത്, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായില്ലേ? ഉണ്ടായി. അത് വളരെ ശരിക്കും ഉണ്ടായി. ബിക്കോസ് ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കില്ലേ, ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോഴേ ടെൻഷനാകും. പക്ഷെ അത് അങ്ങനെയല്ല. ഐ ലൈക്ക് ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ നൈസ് ഒരു പാക്കേജ്, ഒരു നല്ലൊരു എന്റർടൈനിങ്. ഇതൊരു ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് ഇതിനെ കാണുന്നത്. പക്ഷെ ത്രൂ ഔട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ എലിസബത്ത് ആണ് ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര്, ക്വീൻ എലിസബത്ത്. ദൈവമേ, ഇതെങ്ങനെയാന്നുള്ളൊരു ടെൻഷൻ വരും. പക്ഷെ പപ്പേട്ടനിലേക്കാണ് എത്തുന്നത്, ഡയറക്ടർ പപ്പേട്ടൻ. ഓഫ് കോഴ്സ് ക്യാപ്റ്റന് നല്ലൊരു വ്യക്തി, അതായത് റൈറ്റ് പേഴ്സണാ. അപ്പൊ പിന്നെ അത് നമ്മുടെ കുറെ പ്രഷർ അങ്ങ് പോയി. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു ഈസ്. അത് തീർച്ചയാണ്. നമുക്ക് കുറെ നമ്മുടെ ഭാരം പകുതി അങ്ങോട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. നമുക്ക് ഉറപ്പാണ് പപ്പേട്ടൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പപ്പേട്ടൻ വാങ്ങിക്കോളൂ എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഡെഫിനറ്റ്ലി. ഞാനിത് എപ്പോഴും ഇല്ല, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാ. ഡയറക്ടർ പറയുന്ന പോലെ കേൾക്കാൻ എനിക്കിഷ്ടം. അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇല്ല, അത് ഞാൻ പറയാം. ഇതിനെ വെന്യൂ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ സാറോ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ പറഞ്ഞു പോവാം. നമ്മളിങ്ങനെ പറഞ്ഞു പോകും. എന്തിനു ചോദ്യം പറയാൻ തയ്യാറായിട്ട് മീരിയിരിക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞതിന്റെ മേലെ ഒരു സാധനം തിരിച്ചും അങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ ഇല്ല. മീര പറയാൻ പോയത് എന്തായിരുന്നു? ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറിന് കൊടുക്കും അതിന്റെ ഒരു ഇത്. അവർക്ക് എന്താ വേണ്ടെന്നുള്ളതാണ്. ബിക്കോസ് അവരാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ പടത്തിലും ഞാൻ പോയി ചെയ്യുന്ന പോലെ അല്ലാതെ അവർക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ, അവരുടെ മൊത്തത്തിൽ സിനിമ എങ്ങനെ വരണം, ഈ ക്യാരക്ടർ എങ്ങനെ വരണം, അവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും, ഇങ്ങനെയാണോ വേണ്ടെങ്കിൽ. പത്മകുമാർ സാറ് എൻ്റെ അടുത്ത് ഓരോ ഷോട്ടിലും വന്നിട്ട് മീര ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറയായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കും, ഓക്കെ ആർ യു ഹാപ്പി എന്ന് ഞാൻ ചോദിക്കും. ബിക്കോസ് അദ്ദേഹത്തിന്റെ ആ ഒരു തൃപ്തി വേണം. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളി പറയുന്നതും ചെയ്യിപ്പിക്കുന്നതും ഇത് റൈറ്റ് ഡയറക്ഷനിലോട്ടാ പോകുന്നതെന്ന് എനിക്കും ആ ട്രസ്റ്റ് തോന്നി. അപ്പൊ എന്താ കംപ്ലീറ്റ്ലി ഞാനത് അങ്ങോട്ട് കൊടുത്തു. അതെ, അങ്ങനെയാ സംഭവിച്ചേക്കുന്നത്. എന്നെ ഡയറക്ട് ചെയ്തു. നമുക്കൊരു ഡയറക്ടറിന്റെ അടുത്ത്, പല ഡയറക്ടറിന്റെ അടുത്ത് മീര വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഡയറക്ടറിന്റെ അടുത്ത്, ഇപ്പൊ പപ്പേട്ടന്റെ കാര്യം മീര പറയുന്നു, നമുക്കൊരു ഡയറക്ടർ നമ്മൾ ചെയ്ത സീൻ തൃപ്തിയാണോ എന്ന് നമുക്ക് മനസ്സിൽ ഒരാളുടെ ഫേസ് നോക്കി മീരയ്ക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇവിടെ ആക്ഷൻ പറഞ്ഞ് ഡയറക്ടർ ഇരിക്കുകയാണ്, മീര ചെയ്ത ഇത് കഴിയും, മീരയ്ക്ക് തന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടെ ചെയ്താൽ കൊള്ളാമെന്ന് ചിലപ്പോൾ മീരയ്ക്ക് തോന്നും. ചിലപ്പോൾ മീര ഞാൻ ചെയ്തത് നന്നായിരിക്കും തോന്നും. പക്ഷെ ഡയറക്ടറിന്റെ മുഖം നോക്കിയിട്ട് മീര അത് ഞാൻ ചെയ്തത് തൃപ്തിയായിട്ടാണ് ഡയറക്ടർ ഇരിക്കുന്നതെന്ന് ഫീൽ ചെയ്യല്ലേ? അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടേ ഇരിക്കും, ഓക്കെ ആണോ ചേട്ടാ, ഓക്കെ ആണോ, ഹാപ്പി ആണോ ചോദിക്കും. മിക്ക സമയം എനിക്ക് അത് ഭയങ്കര കംഫർട്ട്, ആ ഒരു എന്താ പറയാ, അത് ഉണ്ടായിരുന്നു. അതിന് വാക്കുകളില്ല, അതാണ് എന്താ പറയാന്ന് നോക്കാം, നമുക്ക് വാക്കുകളില്ല അല്ലെ? അതാണ്. പക്ഷെ ഈ അതിന് വേറൊരു കാര്യം, എന്നെ മോശമായിട്ട് ചെയ്യാൻ ഇദ്ദേഹം സമ്മതിക്കില്ല, ഇദ്ദേഹം വിട്ടുകൊടുക്കില്ല. ബിക്കോസ് ഞാനൊരു ഷോട്ട് കൊടുത്താൽ തന്നെ ഐ മീൻ ടേക്ക് കഴിഞ്ഞിട്ട് എന്നെ എടോ കുറച്ചുകൂടെ ഇത് ബെറ്റർ ആക്കാമെന്ന് എന്നെ പുള്ളിക്ക് ഞാൻ നന്നായി ചെയ്യണം, ഭയങ്കര സിൻസിയർ ആയിട്ടാ. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞാലും ചിലപ്പോ ഡയറക്ടർ ഓക്കെ പറഞ്ഞാലും നരൻ ഓക്കെ അല്ല, അല്ലേ? കാരണം അങ്ങ് നല്ല രീതിക്ക് മീരെ അങ്ങ് ഹൈപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യണം എന്നുള്ള രീതിക്ക് നിന്നു, ബെറ്റർ ആക്കാൻ വേണ്ടി, ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രദ്ധിച്ചും കണ്ട് നമ്മൾ പറയാറുണ്ട്. ശ്രദ്ധിച്ചും കണ്ടു. പക്ഷെ വേറെ കേസാണ് തന്നെ, നിങ്ങൾ ചെയ്തു വെച്ച സിനിമകൾ പ്രഷർ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം മീര ഒരു തിരിച്ചുവരപ്പിലൂടെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ നടനും അതിന്റെ ടെൻഷൻ ഉണ്ടാവും, മീരയ്ക്കും ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എന്തായാലും ഒരു സക്സസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ പടങ്ങളും സക്സസ് ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോ നമുക്കതൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു കൂടുതൽ അതിന് എന്താ പറയാ ശ്രദ്ധിച്ചിട്ട് കണ്ട് ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടിയാണല്ലോ കോമ്പിനേഷനും ഇങ്ങനെയൊക്കെ വരുമ്പോ. അതെ അതെ. അപ്പൊ അതിന്റെ നമ്മൾ എഫേർട്ട് എടുക്കണമെന്നുള്ളതാണ്. അത് നല്ലതാണ്, ഹെൽത്തി അല്ലേ? അതായത് ഓപ്പോസിറ്റുള്ള ആക്ടർ
ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നന്നായി ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ നരേന സോറി ക്യാരക്ടർ പേരാണ് അറിയാതെ പഴയ പേര്. അറിയാതെ പറഞ്ഞ ആ പഴയ പേര് വിളിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. അത് റെക്കോർഡിംഗ് ആയി കട്ട് ചെയ്യുന്നില്ല. ബട്ട് യുനോ എനിക്ക് പല ഇതാ വരുന്നത്. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അപ്പുറം പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ്. അതെ അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഞാൻ എല്ലാം വിളിക്കും. സുനിൽ വിളിക്കും, നരേൻ വിളിക്കും. ദേഷ്യം വരുമ്പോ എന്താ വിളിക്കണ? അങ്ങനെയൊന്നുമില്ല. ദേഷ്യം അല്ലാന്ന് പറഞ്ഞാൽ നരം പറയാട്ടോ പറയിക്കാതിരിക്കാൻ വേണ്ടി. ദേഷ്യം വരാൻ ഏറ്റവും സന്തോഷം വരുമ്പോ നരനെ വിളിക്കുന്ന പേരെന്താ? നരേൻ അല്ലേ? ഇപ്പൊ വേറെ പേര് വിളിച്ചല്ലോ, അതുകൊണ്ട് സന്തോഷം അച്ഛൻ്റെ അമ്മയില് സുനിൽ റെഡി. എന്താ സുനിൽ കുമാർ എന്താ സുനിൽകുമാർ റെഡി അല്ലേ? ഷൗട്ട് ചെയ്യുന്നത്. സത്യൻ സാർ അവിടുന്ന് ഞാൻ സത്യൻ സാറിന്റെ അടുത്ത് പേര് മാറ്റാൻ പറഞ്ഞപ്പോഴേ ഫുൾ നെയിം എന്താ? സുനിൽകുമാർ. എന്നാ പിന്നെ സുനിൽകുമാർ എന്ന് വിളിക്കില്ല. ഞാൻ പറഞ്ഞു കുമാർ പറ്റാത്തോണ്ടാണ് സുനിൽ തന്നെ മാറ്റാൻ നോക്കുന്നത്. അതിലെന്താ സുനിൽകുമാർ ഇല്ലല്ലോ, നമുക്ക് സുനിൽ. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോ സുനിൽകുമാർ റെഡി അല്ലേ? അപ്പൊ എനിക്കിത് കേൾക്കും. അപ്പോഴേക്കും അവിടുന്ന് ഒരാൾ ഷൗട്ട് ചെയ്യും സുനിൽകുമാർ റെഡി അല്ലോ. അതോടെ ഇങ്ങനെയൊക്കെയാണ് കളി. പക്ഷെ ഇത് തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. ഞാൻ ഒരു പ്രേക്ഷക എന്നല്ല, നമുക്ക് എന്ത് സന്തോഷം എന്ന് പറയാം. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും, നിങ്ങളുടെ കൂട്ടുകെട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടം. അത് ഈ സിനിമയിൽ ഉണ്ടാവും. അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണത്. അതെ, അങ്ങനത്തെ ഒരു സിനിമയാണ്. എനിക്ക് കുറെ പോസ്റ്ററൊക്കെ ഇറങ്ങുന്ന നരന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിരിക്കാനുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാ. ഒരു ശ്രീനിവാസൻ പഴയ തീർച്ചയായിട്ടും എനിക്ക് ആ ഫീലാ വരുന്നത്. ഏത് സിനിമയാന്ന് നിങ്ങൾ പറയാ? Yeah. ഏത് സിനിമയാണ്? പാർവതിയുടെ കൂടെയുള്ള സിനിമ. പൊന്മുട്ടയിടുന്നു അല്ല, പൊന്മുട്ടയിടുന്നു. ബട്ട് എനിക്ക് മൊത്തത്തില് ശ്രീനിവാസന്റെ ഓർമ്മയാവും. ആ ഒരു സാധനം നറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടച്ചിലാട്ടെ എനിക്ക് അത് തോന്നിയത്. എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം രസകരമായിട്ട് ഒരു ഫാമിലിക്ക് കാണാവുന്ന ഒരു ചിത്രമായിട്ടാണ് ക്യൂൻ എലിസബത്തിന്റെ യാത്ര. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഹ്യൂമർ സിനിമയ്ക്കകത്തുണ്ട്. നരേനിൽ നമ്മൾ കാണാത്ത, നമ്മൾ നരൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ സിനിമയിൽ കൂടുതൽ ചെയ്തിട്ടുള്ളത് സീരിയസ് ക്യാരക്ടേഴ്സ് ആണ്. ഹ്യൂമർ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് വളരെ സട്ടിലായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ചില ഹ്യൂമർ സീക്വൻസുകൾ ചെയ്തിട്ടുണ്ട് നരൻ. അത് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ നിർമ്മാതാവ് അഭിനയത്തിലേക്ക് കിടക്കുന്ന എല്ലാ സിനിമയിലും, നിങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ സിനിമയിലും നിങ്ങൾ അഭിനയിച്ചു, പുറത്തും പോയി അഭിനയിക്കുന്നു. ഈ അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം? പണം മുടക്കിയിട്ട് ഒരു ക്യാരക്ടറിന്റെ പൈസ ലാഭിക്കാനുള്ള ലക്ഷ്യമാണോ? അഭിനയം ഉള്ളതുകൊണ്ടാണല്ലോ ഇതിൽ ഇറങ്ങുന്നത്. അതെ അല്ലേ? അല്ലെങ്കിൽ ഇറങ്ങുമോ? ഇല്ല, ഇറങ്ങില്ല. ഇല്ലല്ലോ. ഞാൻ എടുത്തില്ല. തിരിച്ചെടുത്ത്. അപ്പൊ ആ പാഷൻ തന്നെയാണ് സിനിമ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ നിർമ്മിക്കുന്ന പടത്തിലെല്ലാം അഭിനയിക്കുക എന്നുള്ളതല്ല കേട്ടോ. അത് ഡിഫറെന്റ്. അങ്ങനെയല്ല. എനിക്ക് പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഭാവിയിലൊരു തിരക്കുള്ള താരമാവുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. പപ്പേട്ടൻ എന്നെ അങ്ങനെ വളർത്തുന്നുള്ളതാണ് എനിക്കൊരു വാക്ക് തരിക. അതുകൊണ്ടാണ് പപ്പേട്ടന് കൊടുക്കാന്ന് പറഞ്ഞത് ഈ സിനിമ. മനസ്സിലായോ? ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ. കാരണം പപ്പേട്ടൻ ചെയ്യാൻ പോകുന്ന ഇനി പടങ്ങളൊക്കെ നല്ല നല്ല പടങ്ങളുണ്ട്. അപ്പൊ അതിലെന്തായാലും എനിക്ക് തരും. അതാണല്ലോ പപ്പേട്ടൻ ഇപ്പൊ ചെയ്തു കൊടുത്തത്. അല്ലേ? റോൾ കൊടുത്തു. പറഞ്ഞ് മീരാക്ക ജോയിൻ ചെയ്യാണ് 18-ാം തീയതി. അപ്പൊ രഞ്ജിത്തും ഉണ്ട്. എന്നോട് പറഞ്ഞു അപ്പൊ എങ്ങനെ അത് ഇതിനകത്ത് റോൾ എനിക്ക് കിട്ടി, അപ്പൊ എനിക്ക് തിരിച്ചു കൊടുക്കണം. ഇനിയിപ്പോ ജൂഡുണ്ട്, ജൂഡിനും കൂടെ പിടിക്കണം. വളരെ ക്ലിയർ ആണ്. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമ്മൾ കൃത്യമായിട്ട് പറയാം. നമ്മൾ ക്ലിയർ അല്ലേ? നമുക്ക് മനസ്സിലൊന്നുമില്ല അല്ലേ? നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു. ഇതിൽ എന്താണ് വേഷം? സിനിമ കണ്ട് തീരുമാനിക്കേണ്ടി വരുമോ? അത് ഇപ്പൊ പറയുന്നില്ല. സിനിമ കണ്ട് അങ്ങനെ തീരുമാനം അതല്ലേ നല്ലത്. സീനേ ഉള്ളൂ, വളരെ രസകരമായ സീനാണ്. നന്നായിട്ടുണ്ട്. രസകരമായിട്ട് ചെയ്തു. അത് നല്ല രസമായിട്ട് ചെയ്തു. ഇത്രയും പോരെ? ഞാൻ അങ്ങോട്ട് വെക്കരുത്. ഇത്രയും പേര് ഒരുമിച്ച് നിങ്ങൾക്ക് ഇത് കേൾക്കാനല്ലേ നിങ്ങൾ ചോദിച്ചത്? ഞാനത് ചോദിക്കാൻ ഇത് കണ്ടിട്ട് വേണം. അല്ല, ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ വേറെ അടുത്ത് പോയി പറയാൻ. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ കേട്ടു. ഇനി അടുത്ത് നിങ്ങൾ വേറെ എവിടെയും പോകുമ്പോ ഇതേമാതിരി പറയണം. നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് വാങ്ങിച്ചു തരണം. അവിടെയും വന്നു കേട്ടോ. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ എത്രാത്ത ചോദ്യം? അവിടെയും എന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. വെളിച്ചപ്പാടാണല്ലോ തിരിച്ച്. ഇപ്പം തൃപ്തിയല്ല തന്നെ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി താങ്കൾ അനിയൻ
ശ്രീറാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീറാം. ദുബൈയിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി, നമ്മുടെ ഓഫീസുകളുണ്ട്. ഈ നിങ്ങൾ ചേട്ടന് ഇനിയൊരു കണക്ഷൻ അല്ലേ? എല്ലാ തീർച്ചയായിട്ടും ഉണ്ട്. അതെ അതെ അല്ലേ? അതെ 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 അതെ. ഓരോ സിനിമയുടെ സബ്ജക്ട് നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നുണ്ടോ? അവനാ കേൾക്കുക. ആ. അവൻ കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയും. അവൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിലപ്പുറം വേറൊന്നുമില്ല. കാരണം എനിക്ക് മനസ്സിലായി അവനൊരു നല്ലൊരു സെൻസ് ഉണ്ടെന്നും, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യത്തിനും അല്ലേ പപ്പേട്ട നല്ലൊരു ഇതുണ്ട് അവൻ. ഞാൻ തുറന്നു തന്നെ പറയും. കാരണം വെച്ചാൽ അവനത് ഇപ്പോഴെങ്ങനെയാട്ടോ ഞാൻ അംഗീകരിക്കുന്നത്, അവനോട് നേരിട്ട് ഞാൻ പറയില്ല. വളരെ ഷാർപ്പാണ്. ഷാർപ്പാണ് ശ്രീരാം. വളരെ ഷാർപ്പാണ്. ശരിക്കും അതാണ് ശരിക്ക് ശ്രീരാമൻ ലക്ഷ്മണനാണ്. ഇവരൊരു കോമ്പിനേഷൻ. അല്ല അത് എനിക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ടുവാ ഏത് കാര്യത്തിനും. ഞാൻ ടെൻഷൻ അടിച്ചാലും അവൻ കൂളായിട്ട് ഇരിക്കൂ. ഞാൻ ഇന്ന് ശ്രീരാം വരുമെന്ന് എന്നോട് പറഞ്ഞു. ശ്രീരാം ഒരു ഡയലോഗ് ഞാനിപ്പോൾ അങ്ങോട്ട് പറയാം. അല്ല, ഞാൻ അവിടെ തന്നെയൊക്കെയാണ് ഇങ്ങോട്ട് വരുന്ന യാത്രയൊക്കെ പൈസ ഉണ്ട്. ആ പൈസയുടെ നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ കൊണ്ട് ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ സിനിമയോടുള്ളൊരു താല്പര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ളവരൊന്ന് വരാൻ നോക്കും, ഞാൻ അതും കൂടെ നമ്മുടെ പ്രൊമോഷൻ ഇങ്ങനെ കൊണ്ടുപോകണം, എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും അത്രയും. അല്ല, അവൻ അവിടെ ഇരുന്നിട്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങളിലും എല്ലാവരെയും വിളിച്ചു പറയലും പല കാര്യങ്ങളും അവൻ കോർഡിനേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് അവസാനം അവൻ കൊണ്ടുവരുള്ളൂ. കാരണം ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അപ്പം എന്നാലും അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത് ലാസ്റ്റ് ചെയ്യാൻ മനസ്സിലായി. ദേഷ്യം വരുന്നത് ചിരിക്കുന്നുണ്ട്. ഞാനല്ല, ഞാൻ പപ്പേട്ടായിട്ട് ഞങ്ങളിങ്ങനെ അങ്ങനെ ചിരിച്ചു എന്ന് മാത്രം. ആ ചിരിയിൽ എന്തോ അർത്ഥമുണ്ട്. അല്ല, ഞങ്ങളങ്ങനെ അതുപോലെ ശ്രീരാമനെ നമുക്ക് എന്ത് കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ശ്രീരാമനെ വിളിച്ചിട്ട് നമ്മളൊരു കാര്യം, ഈ പടത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് വിളിക്കുക, റെഡിയാണ്. ഏത് കാര്യത്തിനും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അല്ല, ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാര്, ജ്യേഷ്ഠനിയന്മാര് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു സുഹൃത്തുക്കളെ അതന്നെ ഭയങ്കര ക്യൂട്ടല്ലേ ഒരു ജ്യേഷ്ഠനിയന്മാര് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അതെ, ആ കൂട്ടാണ് ഇങ്ങനെയുള്ളത്. അതെ, ഇത് വളരെ കുറവാണ്. പിന്നെ ചെയ്തു വെച്ചത് സിനിമകൾ, കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏത് സിനിമയെന്ന് വെച്ചാൽ എന്ത് നമുക്ക് ആദ്യ സിനിമയോടാണ് പ്രണയം ഉണ്ടാവും അല്ലെ? നമ്മൾ ആദ്യം വന്ന സിനിമയുടെ പ്രണയം. എങ്കിലും ഞാൻ ചോദിക്കും, മീരയ്ക്കൊന്നും മനസ്സിൽ എപ്പോഴും ഓർത്തു വരുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഒരേ സമയത്ത് പലതും വരുന്നുണ്ട്. പാടമൊന്നൊരു വിലാപം, കസ്തൂരിമാൻ, ഒരേ കടൽ, രസതന്ത്രം, അച്ഛൻ്റെ അമ്മ, എല്ലാ ലിസ്റ്റും പറയും നമ്മള് അല്ലെ? ഈ രസതന്ത്രം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ലാലേട്ടൻ്റെ അവാർഡ് കിട്ടുന്നത്. ലാലേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിട്ട് അന്ന് തൊടുപുഴയിലാണ് ഷൂട്ടിംഗ്. ഞാനന്ന് അവിടെ വന്നിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അന്ന് മീര അന്ന് അവിടെ വെച്ച് കാണിച്ചു. അന്നാണ് ലാലേട്ടൻ്റെ അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് മീഡിയാസ് എല്ലാം അന്ന് ആ ലൊക്കേഷനിൽ വരുന്നുണ്ട്. കൊടയത്തൂരിലെ ലൊക്കേഷൻ ആ വീട്ടിൽ വരുന്നുണ്ട്. അന്ന് മീരയെ കാണുന്നു. മീര അന്ന് മേക്കപ്പ് ഇട്ടിരിക്കുന്നതും അത് ആൺവേഷത്തിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ലൊക്കേഷനിൽ വരുമ്പോഴും ആൺവേഷത്തിൽ തന്നെയാണ്. അത്തരം ഒരു സിനിമ അന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് എന്താണ് ഒരു ഫീൽ ഉണ്ടായത്? സിനിമ ചെയ്ത് റിലീസായതിനു ശേഷം? അതെ, റിലീസായതിനു ശേഷം. അയ്യോ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഒരു വുമൺ, ഒരു ലേഡി ആർട്ടിസ്റ്റ് കിട്ടിയ ഒരു റിസപ്ഷൻ ആണ് തിയേറ്റേഴ്സിൽ കൂടെ ഒക്കെ. എസ്പെഷ്യലി ആ മുണ്ടും മടക്കി കുത്തി താഴെ പോയിട്ട് പഴം വാങ്ങിച്ചിട്ട് തിരിച്ച് ലാലേട്ടനെ ഇങ്ങനെ അവിടെയൊക്കെ തിയേറ്ററിൽ ക്ലാപ്സ് കിട്ടി. കേരള അതൊക്കെ വളരെ എന്താ പറയാ, റെയറായിട്ട് ദൈവം തരുന്ന ചില നിമിഷങ്ങളാണ്. ഐ മീൻ ഓപ്പർച്യൂണിറ്റീസും ആ ബ്ലെസ്സിങ്സ് ആണ് അത്. വളരെ എന്താ പറയാ, താങ്ക്ഫുൾ ഗോഡിനോട്. തീർച്ചയായിട്ടും. പക്ഷെ ആ സീനുകൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര കൈയിടിട്ട് സീനുകളുമായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഓരോ കോമ്പിനേഷനും അവിടെ ഓരോ വീട്ടിലെ പണി നടക്കുമ്പോൾ ഉള്ള ആ സിറ്റുവേഷനൊക്കെ, ചായ കൊടുക്കാൻ പോകുന്നു, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുവാണ്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് വർക്കൗട്ട് ചെയ്തു. പക്ഷെ അത്തരം ഒരു ക്യാരക്ടർ ചെയ്യാൻ അന്ന് മീര തയ്യാറായതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ല, എന്നിട്ട് ആ സമയത്ത് ഇവരെങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഇത്തരം ഒരു സബ്ജക്ട് വന്നിട്ട് സത്യൻ സാറിനോടുള്ള അങ്കിള് പറയുമ്പം ആ ഒരു ഇതാണ്. അങ്കിള് വിളിച്ചു പറഞ്ഞു, മീര നമുക്കൊരു ആൺവേഷം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു പുതിയ പടമുണ്ട്, മോഹൻലാലോട്ട് ഞാൻ ചെയ്യുക, അതിൽ മീര ഒരു ആൺവേഷം ചെയ്യണം. അയ്യോ അങ്കിളെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? മീരയ്ക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്കിൾ ആ ഒരു കോൺഫിഡൻസ് തരും. അപ്പം ഡയറക്ടറിന്റെ അടുത്തുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ നല്ലതാണെങ്കിൽ നമ്മുടെ ഒരു മുക്കാൽ ടെൻഷനും പോയി. ഉറപ്പാണ്. അവരാണല്ലോ എല്ലാം നയിച്ചോണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഈ മീരയും നരനുമായിട്ടുള്ള സിനിമ, 4ാമത്തെ സിനിമ വരൂ എന്ന് പറയുമ്പോഴും നരനും അതിനകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും.
നിങ്ങൾ വന്നേക്കുന്ന സിനിമകൾ വിജയിച്ചു വന്നിരിക്കുന്ന സിനിമയാണ്. പ്രേക്ഷകർ മാറി, ഓഡിയൻസ് ഒത്തിരി മാറി. അതെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചലഞ്ചാണ്. ഓഡിയൻസ് മാറി. ഓഡിയൻസും സിനിമയുടെ ട്രെയിലർ കാണുമ്പം ആ വിധി എഴുതുന്ന ഓഡിയൻസിലേക്ക് മാറി. അത്രയും ടെൻഷൻ നേരം ഉണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മള് ഓഡിയൻസ് മാറിയാലും പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. വർക്ക് ചെയ്യേണ്ടതാണ്. സത്യം. അപ്പൊ ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഓഡിയൻസ് മാറുന്ന വെച്ചാൽ ഒത്തിരി വർഷങ്ങളായിട്ടില്ലല്ലോ, കുറച്ച് വർഷങ്ങളായിട്ടില്ല. അതെ അതെ. അപ്പോ അന്നുള്ളവരൊക്കെ ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ആവുന്നുള്ളൂ. പക്ഷെ ഫാമിലി ഓഡിയൻസിന് എപ്പോഴും അതിൻ്റെതായ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഫാമിലി ഓഡിയൻസിന് കൊടുത്താൽ അത് എക്കാലത്തും, അത് ഏത് ജനറേഷൻ ആയാലും അത് കയറി വിജയിക്കണം. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇതിലുണ്ട്. ഇപ്പൊ ബേസിക്കലി നമ്മളൊക്കെ ഇപ്പൊ മെയിൻലി യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് കുറെ വരുമ്പോൾ അതിൽ ഫാമിലിക്കും കൂടിയും സ്വീകരിക്കാവുന്ന രീതിയിൽ പടങ്ങൾ വന്നാൽ അതൊരു ഉറപ്പായിട്ടും വിജയിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളെപ്പോഴും സബ്ജക്റ്റും നമ്മുടെ ക്യാരക്ടേഴ്സും നമ്മുടെ മേക്കിങ്ങും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോജിക്കലി അത് ക്ലിക്ക് ആവേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഡസന്റ് വർക്ക്. അങ്ങനെ അതെ അതെ, തീർച്ചയായും. അതിപ്പോ ഈവൻ ഇപ്പൊ ഒരു ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ട് യൂത്തിന് പറ്റിയ പടം ചെയ്തു, പക്ഷെ സബ്ജക്ട് അങ്ങോട്ട് വീക്ക് ആണെങ്കിൽ പിന്നെ എന്ത് ജനറേഷൻ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എല്ലാ വർഷവും അന്നും ഇന്നും ആണെങ്കിൽ തന്നെ എല്ലാ വർഷവും പടങ്ങളുടെ വിജയിക്കുന്നതിന്റെ എണ്ണങ്ങൾ നോക്കിയാൽ കുറവാണ്. അത് ഏത് ജനറേഷൻ ആണെങ്കിലും ശരി. അന്ന് സിനിമകൾ കുറവായിരുന്നു. ഇന്ന് സിനിമകളാണ്. ഇപ്പൊ റിലീസ് ചെയ്യുന്ന ഒരു തിയേറ്ററിൽ 13-15 സിനിമയാണ്. അതിന്റെ കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. ചാലഞ്ച് കൂടുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും. അതെ അതെ, ഈ പറഞ്ഞ പോലെ ചാലഞ്ചും കൂടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ടെൻഷനും കൂടാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്ത് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് പറയുമ്പോഴും കൊള്ളാം പക്ഷേ എന്നുള്ള അവസ്ഥയാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. അതുണ്ട്, ഇപ്പോഴും അങ്ങനെയാണ്. കൊള്ളാം പക്ഷേ അല്ല അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇത് കൊള്ളാം, ഇത് വർക്കൗട്ടോ, ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെയർ ആയിട്ടാണ് ഒരു ടീം വർക്ക് നടക്കുന്നത്. അതെ അതെ, ആ ടീം വർക്ക് ഈ സിനിമയിലുണ്ടായിരുന്നു. റൈറ്റ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്, ബോത്ത് ദ ബ്രദേഴ്സ്, അവർ രണ്ടുപേരും, പിന്നെ ഡയറക്ടർ ആൻഡ് ബോത്ത് ഓഫ് അസ് ആൻഡ് റെസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ്, ബാക്കി എല്ലാവരും. ഞങ്ങളുടെ DOP ജിത്തു സാറിനെ പറ്റി പറയണം. സച്ച് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. പിന്നെ പുള്ളി നല്ല വണ്ടർഫുൾ ടെക്നീഷ്യൻ. പിന്നെ ഞങ്ങളുടെ എഡിറ്റർ അക്കു, ആനിമൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അഖിലേഷ് ഒക്കെ, ഐ മീൻ ഈ ടീം. പിന്നെ ഇതിന്റെ ഒരു ബേസിക് മെയിൻ ഇത് ഉണ്ടാവാൻ കാരണക്കാരനായ അർജുൻ, ഞങ്ങളുടെ റൈറ്റർ. അപ്പൊ അദ്ദേഹം സെറ്റിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഒരു ഇതായിരുന്നു. ആ ഒരു നന്മ സിനിമയിലുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ആ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചാലും നരേൻ എപ്പോഴും ഒരു വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഡയറക്ടർ പത്മകുമാർ സർ എപ്പോഴും കാമാ. പുള്ളിക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത ഈഗോയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അത് വളരെ റെയറാണ്. അപ്പൊ എന്തും പോയി ചോദിക്കാം, എന്തും പറയാം, അഭിപ്രായങ്ങൾ പറയാം. പുള്ളിക്ക് ഓക്കേന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നായിട്ട് പുള്ളിയുടെ നിലപാട് പുള്ളി വ്യക്തമാക്കും. അവിടെ നയം വ്യക്തമാക്കും ക്ലിയർ ആയിട്ട്, വളരെ ഇതായിട്ട്, ഇതാ എനിക്ക് വേണ്ടത്. ബട്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാലും ആർക്കെന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒരു ഈഗോ ഇല്ലാതെ പുള്ളി അത് സ്വീകരിക്കും. അത് നല്ലൊരു ഇതാണ്. അതുകൊണ്ട് ഒരു ക്ലാഷോ നെഗറ്റിവിറ്റിയോ ഒന്നും സെറ്റിൽ ഇല്ല. അല്ല, ഒരു ഈഗോ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിച്ചു, വളരെ എന്ത് പറഞ്ഞാലും അത് കേൾക്കും, ലിസൺ ചെയ്യും. പുള്ളി മിക്കവാറും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് എടുത്ത് അവിടെ ഉപയോഗിക്കാനേ പുള്ളി ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ സജഷൻസ് ഒക്കെ ആരാണെങ്കിലും ഒരു നൂലിൽ കോർക്കുന്ന മുത്തുമാലകളാണ് എല്ലാവരും, അല്ലെ? ബോയ് ഉൾപ്പെടെ, നമുക്ക് ചായ കൊണ്ട് തന്നുന്ന ബോയ് ഉൾപ്പെടെ. അങ്ങനെ വരുമ്പോൾ ആ ഒരു ടീം വർക്ക് ആവുള്ളൂ. പിന്നെ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നു. പപ്പേട്ടൻ പറഞ്ഞല്ലോ, പപ്പേട്ടൻ ചെയ്തു വെച്ചിരുന്ന സിനിമകൾക്ക് വേറെ രീതിക്കാണ്, അല്ലെ? വലിയ വലിയ സിനിമകൾ ചെയ്ത പപ്പേട്ടൻ ഈ ഇത്തരം ഒരു സബ്ജക്റ്റിലേക്ക് വരും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല. ഞാൻ തുടങ്ങിയത് അമ്മക്കളിക്കൂടെ തീർച്ചയായും അവിടെ നിന്ന് മാറിയല്ലോ. പപ്പേട്ടൻ പിന്നീട് വന്ന യാത്ര വേറെയാണ്, വേറെ സിനിമകളാണ്. അതേപോലെ പഴയ ആ തട്ടകത്തിലേക്ക് തന്നെ വരുന്നു. അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പൊ പപ്പേട്ടനൊക്കെ നമുക്കൊരു ഫാമിലി സിനിമകൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. സത്യം കണ്ട കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഫാമിലി സിനിമകൾ കണ്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി, ഫാമിലി എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുക അങ്ങനെയല്ല, എല്ലാവർക്കും വേണം സിനിമ. ഫാമിലിക്കും കൂടെ കുറച്ച് കൊള്ളാവുന്ന സിനിമകൾ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കും. ശരിയാണെന്ന് തന്നെ ഉറപ്പാണ്. അപ്പോൾ അത്തരം ഒരു രീതിയിലേക്ക് പപ്പേട്ടൻ വരുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി പ്രതീക്ഷയാണ് ഈ സിനിമ. പപ്പേട്ടൻ അങ്ങനെ ഒരു മാറ്റി ചിന്താഗതിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, എനിക്ക് എല്ലാത്തരം സിനിമകളും കാണാൻ ഇഷ്ടമാണ്. ഞാൻ സിനിമ
സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളാണ് ഞാൻ സിനിമയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന ഒരു ജോണറിലെ സിനിമ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നില്ല. എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെല്ലാം എനിക്ക് ചെയ്യാനും പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇമ്പ്രസ് ചെയ്തു. എനിക്ക് തീർച്ചയായിട്ടും ഈ സിനിമ എനിക്ക് ഇഷ്ടമാവുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ ഡയറക്ഷൻ ഏത് വലിയ സിനിമ ചെറിയ സിനിമ റിസ്ക് ഒന്ന് തന്നെയാണ്. റിസ്ക് ഒന്നാണ്, മാറ്റമൊന്നും. അതെ അതെ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അത് മാത്രമുള്ള വ്യത്യാസം. നമുക്ക് ഇഷ്ടപ്പെടണം. ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. എന്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ചെയ്യാൻ പറ്റും. പപ്പേട്ടൻ കേട്ട കഥകൾ ഇഷ്ടപ്പെടാതെ, പപ്പേട്ടൻ ഇഷ്ടപ്പെടില്ല, ഒരു റൈറ്റർ വന്ന് കഥ പറയൽ പ്രൊഡ്യൂസർ പപ്പേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കത് പറ്റിയ പടമല്ല എന്ന് മാറ്റിവെച്ച സിനിമകളും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നീട് ആ സിനിമകൾ തിയേറ്ററിൽ ഹിറ്റ് അടിച്ചിട്ടുണ്ടാവോ? ഹിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പപ്പേട്ടൻ അത് അന്ന് ഞാൻ ചെയ്തത് തെറ്റായി അല്ലെങ്കിൽ തോന്നിയിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കഥ നല്ലതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ലിമിറ്റേഷൻ എത്തുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ ഒരു ഡയറക്ടർ എന്നുള്ള എല്ലാത്തരം സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ലിമിറ്റേഷനകത്ത് പുറത്തുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പറ്റുന്നില്ല. അതെ അല്ലെ, ഓരോ ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുക്കുമ്പോഴും പപ്പേട്ടന്റെ ഒരു ഇടപെടലുണ്ടല്ലോ, ഡയറക്ടറിലുണ്ടല്ലോ. ഇപ്പം ഇവര് തന്നെ പറഞ്ഞു ഇത് ഇന്ന ആളാണ് നമുക്ക് അവിടെ വെക്കേണ്ടത്. പക്ഷെ പപ്പേട്ടൻ പറയാം എനിക്കത് പറ്റിയതല്ല എന്ന് ആർജവത്തോട് പറയുന്ന ഒരു ഡയറക്ടർ തന്നെയാണെന്ന് എന്റെ അറിവ്. തീർച്ചയായിട്ടും അത് പറയേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാതെ ഞാൻ അതിന് വേണ്ടി വഴക്കടിക്കുകയോ അതിന്റെ ഈഗോ കാണിക്കാറില്ല. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല, അത് നമ്മുടെ സിനിമയുടെ വിജയത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ നമുക്ക് ഫാമിലി സബ്ജക്റ്റുകൾ കുറവാണ് അല്ലെ. നമ്മൾ എത്രയോ നല്ല സിനിമകൾ കണ്ടുപോയിരിക്കുന്നു. നമുക്കൊന്ന് പോയിരുന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് മനസ്സ് നിറന്ന് വരാനുള്ള സിനിമകൾ കുറവാണ്. എന്നാൽ മാസ് സിനിമകൾ വരുന്നു, കേരളത്തിൽ വലിയ കളക്ഷൻ വാരി പോകുന്നു. ആ ഒരു കാലഘട്ടം നമുക്കിനി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഇതൊക്കെ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ഓരോ സമയത്തും ജോണേഴ്സ് മാറിക്കൊണ്ടിരിക്കും സിനിമകൾ. ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൽ രീതിയിലുള്ള സിനിമകളാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ജനങ്ങൾക്ക് ഇത് പോരാ, അല്ലെങ്കിൽ ഇത് ബോറടിച്ചു തുടങ്ങിയാൽ വീണ്ടും പഴയതിലേക്ക് വരാമായിരിക്കും. വീണ്ടും മാസുകളായിരിക്കും മലയാളത്തിൽ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. യു നെവർ നോ ദാറ്റ്. ഇപ്പോൾ 10-15 വർഷം മുമ്പ് അത് നമ്മൾ ഇത്രയും കണ്ട് രസിച്ചിരുന്ന പടങ്ങൾ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും ഓരോരോ മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ ഫാമിലിയുടെ കാര്യം എന്ന് പറയുമ്പോൾ സീരിയൽസ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഹെവി ആയിട്ട് വന്നു. അപ്പോൾ ഫാമിലി മൊത്തം വീട്ടിലായി. ആൻഡ് ഇപ്പോൾ അതാ അടുത്ത ചാലഞ്ച് വന്നിരിക്കുകയാണ് OTT. അതെ. അപ്പോൾ അടുത്ത ചാലഞ്ചിങ് ആണ്. അപ്പോൾ സിനിമ ഫിലിം മേക്കേഴ്സിനും ഡയറക്ടേഴ്സ് ആക്ടേഴ്സിനും ഒക്കെ പ്രഷറോ റെസ്പോൺസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതെ അതെ. അപ്പൊ കണ്ടന്റ് ആണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇപ്പൊ ഈ ഫാമിലി ഓഡിയൻസിനുള്ള, ഫാമിലി പ്രേക്ഷകർക്കുള്ള സിനിമകൾ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു പ്രവണത വന്നാൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറെ ഇൻഡസ്ട്രി വെച്ചിട്ട് പറയണം. ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങൾ ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് പറയണം. ഇപ്പൊ ഞാൻ വൈഫും മോളുമായിട്ട് എനിക്ക് പലപ്പോഴും പല സിനിമകളും പോയി കാണാൻ പറ്റില്ല തമിഴിൽ. കാരണം ഭയങ്കര ആക്ഷൻ ബേസിക് ആക്ഷൻ പടങ്ങൾ കുഴപ്പമില്ല, വയലൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളുണ്ടാവും. ഇത് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയെന്ന് വരില്ല. അതിൽ നമ്മൾ ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഫാമിലി ആയിട്ടുള്ളൊരു പടം എപ്പോൾ കാണും. അപ്പൊ ഞാൻ അതേസമയം മലയാളത്തിൽ അത് വരാറുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ മലയാളം പടമ്പോൾ ഞാൻ സമാധാനമായിട്ട് പോയി കാണും. മറ്റത് ഇത് എവിടെ കുത്തും കുട്ടികളൊക്കെ ആകുമ്പോഴേ ഇവരൊക്കെ വലുതായിട്ട് എന്തായാലും കാണും. പക്ഷെ അത് കാണേണ്ട ഒരു പ്രായമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫാമിലി പടങ്ങൾക്ക് ആക്ച്വലി പ്രസക്തി വരേണ്ട ഒരു സമയമാണ്. അത് ഏത് വർഷം ഏത് ഇൻഡസ്ട്രിയിലായാലും ശരി. മലയാളത്തിൽ ഇപ്പൊ അതിന്റെ എണ്ണങ്ങൾ കുറവാണ്, പക്ഷെ അതൊരു ജനറേഷന്റെ ചേഞ്ചിന്റെ ഒരു ഭാഗമായിരിക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കാം. അല്ല, അതിനകത്ത് മലയാളത്തിലെ മറ്റൊരു പ്രത്യേകതകൾ ഞാൻ കാണുന്നത്, മലയാളത്തിൽ നമുക്കൊരു താരത്തിനല്ല വാല്യൂ. നല്ല സബ്ജക്റ്റ്, അത് പുതുമുഖമായാലും പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അത് വലിയൊരു പ്രേക്ഷകർ. താരത്തിനല്ല എന്ന് പറയാൻ താരത്തിനും വാല്യൂ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനും വാല്യൂ ഉണ്ട്. അത് മലയാളം ഇൻഡസ്ട്രിക്ക് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും. മറ്റതൊക്കെ ഫോർമുലേഴ്സ് ബേസ് ചെയ്ത് പോണതാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫോർമുല ഇല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഫോർമുല. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് മലയാളം. അത് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇവര് പറഞ്ഞു വെച്ചത് തന്നെ ഞാൻ തുടങ്ങുകയാണ്. നമുക്ക് ഈ മലയാള സിനിമയിൽ നിന്ന് കുറെ നാൾ മാറി നിന്നിട്ട് പിന്നെ മകൾ എന്ന സിനിമയിൽ വരുന്നു, അടുത്ത സിനിമയിലേക്ക് വന്നു. ആ മാറി നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഒത്തിരി വ്യത്യാസം മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട്, ഇല്ലേ?
ഒത്തിരി വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയയിലെ. എന്തോരം സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ, അല്ലെ? Yeah. നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, എവിടെ പോയാലും ക്യാമറയാണ്, അല്ലെ? അതൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് മീര ഇപ്പം? എനിക്കൊന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. ടെക്നോളജി മാറി, പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ, എവിടെ പോയാലും സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഇത് എനിക്കങ്ങനെയൊന്നും നമ്മളെങ്ങനെ ട്രബിൾ ചെയ്യുന്ന പോലൊന്നും ആരും ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ സ്വീറ്റ് ആൻഡ് പ്രൊഫഷണൽ ആണ്. അതാണ്, പ്രൊഫഷണലിസം ഉണ്ട്. അപ്പൊ പ്രൊഫഷണൽ ആകുമ്പോൾ പ്രശ്നങ്ങൾ വരത്തില്ല. എല്ലാരും വളരട്ടെ, അവരും വളരട്ടെ, നമ്മളും വളരട്ടെ. സോ ഒരു മ്യൂച്വൽ ഒരു റിലേഷൻഷിപ്പ്, അത് വളരെ ഹെൽത്തിയാണ്, അത് നല്ലതാണ്. പിന്നെ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് അതുകൊണ്ട് ജീവനമാർഗം അല്ല, കുറച്ചുകൂടെ ഒരുപാട് പേർക്ക് ആ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇത് തന്നെ ചോദിക്കുന്നത്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സോഷ്യൽ മീഡിയ അല്ലേ, കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആണെന്ന് തോന്നുന്നു ആളുകള്, യുനോ, പണ്ടത്തെക്കാട്ടിലും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഹാൻഡിൽ ഉണ്ട്. സോ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യണം, അല്ലെ കൺവേ ചെയ്യണം ഓഡിയൻസിനോടോ നമ്മുടെ പ്രേക്ഷകരോടോ, വട്ടവർ മെസ്സേജോ വട്ടവർ. വേറെ വ്യക്തി അതിനെ വളച്ചൊടിച്ച് നമ്മൾ പറയുന്നൊന്നും അല്ലായിരിക്കും പുറത്തു വരുന്നത്. സോ പണ്ട് അങ്ങനെയായിരുന്നു. നമ്മളിപ്പം മിക്കതും അങ്ങനെയല്ല, ഡയറക്ട്ലി നമുക്ക് പറയാനുള്ള സൗകര്യം. എന്ത് വളച്ചൊടിച്ചാലും നമുക്ക് നമ്മുടെ കാര്യം പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, കൃത്യമായിട്ട് പറയാനില്ല. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അതും വലിയൊരു പോയിന്റ് തന്നെയാ പറയണത്. അതെ, വളരെ പ്രൊഫഷണൽ എല്ലാ കാര്യങ്ങളും. അതാണ് ഈ മറ്റു മാറ്റങ്ങൾ, സിനിമയിലുള്ള മറ്റു മാറ്റങ്ങളോ, പണ്ടൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് പോയാൽ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം, അത് മാറി ഇപ്പൊ ക്യാരവാനിലേക്ക് മാറുന്നു. അപ്പൊ ആ ഒരു സംഭവം അല്ലേ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നു. നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് പോകുന്ന ഒരു സംഭവം. ഇപ്പൊ അത് മാറി ഫോട്ടോസിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ആളുകൾ, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം, എന്ത് രസമായിരുന്നു ആ കാലഘട്ടം. അതൊക്കെ ഓർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും മീര? അച്ഛൻ്റെ അമ്മയൊക്കെ ചെയ്തത് അങ്ങനെയല്ലേ, സൂത്രധാരൻ ചെയ്യുമ്പോ കാലൊക്കെ കുപ്പിച്ചിൽ കൊണ്ട് മുറിഞ്ഞ് അയ്യോ എന്റെ കാല് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. അപ്പൊ നമുക്ക് ക്യാരവണമില്ല, ഒന്നുമില്ല. നമ്മളവിടെ എങ്ങാനും വെയിലത്തെങ്ങാനും ഇരുന്ന് ഇതൊക്കെ എടുത്ത്. ബട്ട് കാലം മാറി പതിയെ. അന്ന് നല്ല രസമായിരുന്നു, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ഭയങ്കര രസമുള്ളൊരു സമയം, അതാണ് ഏറ്റവും രസമുള്ളത്. പിന്നെ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പക്ഷെ ഡിഫറൻസ് ടോയ്ലറ്റ്സ് ഇല്ലായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പൊ അത് വേണം നമുക്കൊരു സ്ത്രീകളാണേലും ഡ്രസ്സ് മാറണം, അങ്ങനത്തെ കാര്യം വരുമ്പോഴത്തേക്കും ക്യാരവൻ വേണം, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഫോട്ടോസ് ഏത് മൊബൈൽ, നമ്മൾ എവിടെ നിന്നാലും മൊബൈൽ ഓൺ ചെയ്താൽ എവിടെ നിന്നും സൂം ചെയ്തെടുക്കാവുന്ന മൊബൈലുകളാണ്. എനിക്കൊന്ന് അന്നൊക്കെ മൊബൈലല്ല, പേജർ ആയിരുന്നു. സമയങ്ങളുണ്ടല്ലോ ഇന്നായിരുന്നു. പക്ഷെ അപ്പൊ ഒന്നും ഈ പറഞ്ഞവര് ഇപ്പോഴല്ലേ ഈ മൊബൈലും ഇതൊക്കെ വെച്ചിട്ട് വെറുതെ നിന്നാൽ പോലും ഇങ്ങനെ എടുക്കും. സേഫ് അല്ല. അപ്പം ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട്. മറ്റത് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ഡയറക്ടറുമായിട്ട് ഇരിക്കുന്നു, ആക്ടേഴ്സുമായിട്ട് ഇരിക്കുന്നു, നമ്മൾ ലഞ്ചിന്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല വിശേഷങ്ങളും പറയുന്നു. അവര് പണ്ട് മമ്മൂക്കയുടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസസ് പറയുന്നു, അല്ലെ തിലകൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസസ് പറയുന്നു, കഥകൾ കേൾക്കാം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട്, അന്ന് നമ്മളില്ലായിരുന്നു, അന്നത്തെ ഒരുപാട് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഒരുപാട് ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോറും നമുക്ക് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നു. ഒത്തിരി നമുക്ക് വളരെ നല്ല ഒരു ഉപകാരമാവുകയാണ്. പിന്നെ നല്ല രസമല്ലേ അതൊക്കെ കേൾക്കാനേ. മീരയുടെ ജീവിതത്തില് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അവസരം ഏതായിരിക്കും ഓർമ്മ വരുന്നത്? നമ്മുടെ ഒരു ലൊക്കേഷൻ നമുക്ക് എപ്പോഴും അത് ആ മെമ്മറി ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ മനസ്സിൽ, അങ്ങനെ ഓർക്കാൻ പറ്റിയ ഒരു മെമ്മറി എന്തായിരിക്കും? എനിക്ക് മോസ്റ്റ്ലി സത്യനന്ദിക്കാടിന്റെ സെറ്റാ, മറക്കാൻ പറ്റില്ല. അതെന്റെ സെല്ലിലൊക്കെ അങ്ങ് തറച്ചുള്ളിൽ പോയേക്ക്. ലൈക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ഒരു കുളിർമയും അതൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സത്യനങ്ങളുടെ സെറ്റിനെ പറ്റി പറയും. അവിടെ എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. നമുക്കൊരു വീഴ്ച സർട്ടൻ എക്സ്റ്റെന്റ് ഞങ്ങളുടെ പാടത്ത് ക്വീൻ എലിസബത്തിന്റെ സെറ്റും അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു കൂട്ടായ്മ, അത്തരം ഒരു കുടുംബത്തിൽ, സത്യൻ ചേട്ടന്റെ കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് വന്ന ഒരു ഫീലാണ് ഇവിടെ എത്തിയപ്പോൾ. വളരെ റേറാ. സത്യനന്ദിക്കാടിനെ പോലുള്ള ഒരു സംവിധായകൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതിൽ എത്രയോ സക്സസ്ഫുൾ ഫിലിംസ് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, പുള്ളിയുടെ വർക്കിംഗ് സ്റ്റൈലും അതൊരു അദ്ദേഹം മാത്രം അല്ല, അദ്ദേഹത്തിനോട് ഒക്കെ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യം. അല്ല, ആ ഭാഗ്യമാണ് ഇവിടെ വരെ എത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും എന്തോ
ഇത്. അന്നും ഇന്നും മീര ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അവരുടെ ഹ്യൂമിലിറ്റി പഠിക്കാനുണ്ട്. അവരുടെ വളരെ സിംപ്ലിസിറ്റി, ഒന്നും ഇല്ലാത്ത, ജാടയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ. ഞാൻ ചോദിച്ചു വന്നത്, മീരയ്ക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുന്നു, മീരയ്ക്ക് ആദ്യം വിളിക്കാമെന്ന് തോന്നുന്ന ഒരാള് സത്യൻ ചേട്ടനൊക്കെ അല്ലേ? സത്യനങ്ങളോട് എന്തും പറയാം. അല്ല, സത്യൻ ചേട്ടനോടാണ് പറയാൻ എപ്പോഴും എളുപ്പം നമുക്ക്, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാലും എപ്പോഴും വിളിച്ച് പറയാൻ. അതെ അതെ, നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മറുപടിയും കിട്ടും. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മറുപടി കിട്ടും. നമുക്ക് സിനിമകൾ വേണമെന്ന് ചിന്തിക്കുന്നു നമ്മൾ, പല സിനിമകൾ. ഇനിയിപ്പം മീര സജീവമാണ് മലയാള സിനിമയിൽ, എല്ലാ സിനിമയും സജീവമാണ്. മലയാളത്തിൽ ഇനി മീരയെ ഞങ്ങൾക്ക് വേണം, പ്രേക്ഷകർക്ക് വേണം, നല്ല നല്ല സബ്ജക്റ്റുകൾ കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇനി ചെയ്യണമെന്ന്. മീര ഒത്തിരി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. മീരയ്ക്ക് അത് കഴിഞ്ഞ് കുറെ ആൾ മലയാളത്തിൽ മാറിയിരുന്നു, മറ്റു സിനിമകളൊക്കെ മാറിയിരുന്നു. ഇനി എനിക്ക് ചെയ്യണമെന്ന് ഒരു കഥാപാത്രം മീരയുടെ മനസ്സിലേതായിരിക്കും ഉള്ളത്? എല്ലാം. തന്നാ മതി. ഈ ലോകത്തില് കഥാപാത്രങ്ങൾക്ക് പഞ്ഞമില്ല, അല്ലേ? അല്ലേ? നമ്മുടെ ചുറ്റും കഥാപാത്രങ്ങളുടെ ബഹളമല്ലേ ഫുൾ. നമ്മളൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ്. നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലേ? ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് അതിനൊരു പഞ്ഞില്ല. അപ്പൊ എന്തും ചെയ്യാൻ പറ്റണം. അത് പ്രത്യേകിച്ച് ഇന്ന ഈ റോള് അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു നെവർ എൻഡിങ് ആണ്. ഇപ്പോഴും ഒത്തിരി സിനിമകൾ കാണുന്നുണ്ടല്ലോ, മലയാള സിനിമകൾ കണ്ടുപോകുന്നുണ്ടല്ലോ. ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, പുതിയതായിട്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ. നമുക്ക് കണ്ടുവെച്ച സിനിമകളിൽ നിന്നും അവരുടെ അഭിനയം കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നത്? ഇവരൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള വളരെ നല്ല പെർഫോമൻസ്. അവരൊക്കെ കുറച്ചുകൂടെ നാച്ചുറൽ ആണ്, അവര് ബിഹേവ് ചെയ്യുവാണ്, ഡ്രാമ ഇല്ല, കുറഞ്ഞു. അപ്പൊ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു മാറ്റമാണ്. നരനുള്ള നെഗറ്റീവ് എന്താണ്? നരനുള്ള നെഗറ്റീവ് ഇപ്പൊ അത് ഞാൻ പറഞ്ഞത് തന്നെ പോസിറ്റീവും നെഗറ്റീവും ആവാം. ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്തപ്പോ ഞാൻ പെർഫോം ചെയ്യാനുള്ള സംശയമാ, ലൈക്ക് എന്നെ വെറുതെ വിടത്തില്ല. അത് ഇയാള് ഒന്നുകൂടെ ട്രൈ ചെയ്യടോ ഒന്ന് മിനിറ്റ്. അത് പോസിറ്റീവ് ആണ്, ചിലപ്പോ നെഗറ്റീവ് ആണ്. കൺഫ്യൂഷൻ ആവും. ചിലപ്പോ പപ്പേട്ടൻ അങ്ങനെ ചോദിച്ചേ? അതാണോ ശരി, ഇതാണോ ശരി? നമ്മളൊരു ശരിയിൽ നിൽക്കുമ്പോ ശരിയാണോ നമുക്കൊരു സംശയം വരും. മൊത്തത്തിൽ തെറ്റിക്കാന്ന് പറഞ്ഞപ്പോ പക്ഷെ ആള് സിൻസിയർ. അതിന്റെ ലക്ഷ്യത്തിനെ നമ്മൾ മനസ്സിലാക്കണം. നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോദ്യം. നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നരൻ പറഞ്ഞ ഒരു ഉപദേശം എന്തായിരിക്കും ഓർമ്മ വരിക? ഉപദേശമായിട്ടില്ല, ഞങ്ങൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. സീക്രറ്റ്സ്, ഞങ്ങളുടേതായ ലിറ്റിൽ സീക്രറ്റ്സ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇതില്. ഉപദേശമായിട്ടില്ല. പക്ഷെ എനിക്ക് നരനോട് സംസാരിക്കുമ്പോൾ മൂവീസിനോട് ഭയങ്കര പാഷനാണ് അദ്ദേഹത്തിന്. സിനിമ എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫാണ്. പുള്ളി അപ്പം ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇത്ര പാഷനറ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഞാനും ഇൻസ്പയർഡ് ആവുന്നുണ്ട്. സിനിമകൾ, നല്ല സിനിമകളെ പറ്റി സംസാരിക്കുമ്പോൾ. നരന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് എന്റെ കൂടെ അഭിനയിച്ച സിനിമ പറയണം അച്ചുവിന്റെ അമ്മ, തീർച്ചയായിട്ടും. പിന്നെ പുള്ളിയുടെ അഞ്ചാതെ എന്നുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമയാണ് തമിഴ്. പിന്നെ ക്ലാസ്മേറ്റ്സ് കിടക്കുവാണ്, പട്ടികയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് നരൻ. നരൻ ഈ പറഞ്ഞ പോലെ മീര പറഞ്ഞൊരു കാര്യമാണ്, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്ന് പറഞ്ഞു. അത് രസകരമായിട്ട് പറഞ്ഞൊരു ഉത്തരമാണ്. പപ്പേട്ട അതിനകത്തോടെ പപ്പേട്ട ഒരു സംശയം വരുന്നു തോന്നിയെന്ന് പറഞ്ഞു. മീരയിൽ കണ്ട ഏറ്റവും പോസിറ്റീവ് വശം എന്തായിരിക്കും? പോസിറ്റീവ് ഒത്തിരി ആലോചിക്കണം ഉണ്ട് അല്ല. ഏറ്റവും പോസിറ്റീവായിട്ട് അത് പറയണം. മീര വളരെ സെൻസിറ്റീവാണ്, സെൻസിബിൾ ആണ് ബേസിക്കലി. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് ഇപ്പൊ ഞാൻ ഈ പറയുന്നില്ലേ, ഓരോന്ന് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്തൂടെ? ഇത് അത്രയും കഴിവുള്ള ഒരാൾക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാലോ. അപ്പോ ഷീസ് വളരെ ടാലന്റഡ് ആണ്, വളരെ എന്താ പറയാ, അതിന് ഒരു ഡൗട്ടും ആർക്കും ഇല്ലാത്ത കാര്യമാണ്. ആൻഡ് ഞാനിപ്പോൾ കാണുന്നത് ലൈഫിനെ വളരെ ഒരു പക്ഷേ ഒരാളെങ്ങനെ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ പെർസീവ് ചെയ്യണം, ലൈഫിന്റെ ഒരു പക്ഷേ ലൈഫിന്റെ ചെറിയ സീക്രട്ടുകളോ അല്ലെങ്കിൽ ഇതാണ് ലൈഫിന്റെ സംഭവം, ടേക്ക് ഇറ്റ് കൂൾ, ട്രൈ ടു എൻജോയ് ഇഫ് ആസ് മച്ച് ആസ് പോസിബിൾ എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് മീര.
അത് ഒരു കുറച്ചുകൂടി ഹാപ്പി സ്പേസിലാണ് മീര. അതാണ് മീരയുടെ ഏറ്റവും വലിയ പ്ലസ്. നെഗറ്റീവിലേക്ക് പോയാൽ നെഗറ്റീവ് എനിക്ക് ഞാൻ അങ്ങനെ ഒന്നാമത് ആൾക്കാരുടെ നെഗറ്റീവ് എന്റെ മനസ്സിലായില്ല, സിസ്റ്റത്തിൽ വരാറില്ല. നമ്മുടെ മെമ്മറിയിൽ എന്റെ വൈഫ് എപ്പോഴും കളിയാക്കാറുണ്ട്, ഇയാളുടെ അടുത്ത് ഇങ്ങനെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, അതൊന്നും കിട്ടില്ല. അപ്പൊ ഞാനത് ദാറ്റ് ഇസ് നോട്ട്, എനിക്കത് നത്തിങ് ലൈക്ക് ദാറ്റ്. മീരയുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സിനിമകൾ തന്നെ നിൽക്കുന്നു, മാറ്റി വെച്ച് ഒരു സിനിമ പറയാം. കസ്തൂരിമാൻ ഇസ് ദേർ. എനിക്ക് ആ സമയത്ത് നമ്മുടെ കുറെ പടങ്ങളുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് മീര സിനിമ അഭിനയിച്ചു തുടങ്ങിയതാണ്. അപ്പൊ ഞാനൊരു ഫാനായിരുന്നു. കറുപ്പിനഴകൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ പാട്ടൊക്കെ കാണുമ്പോ തന്നെ ഇതുകൊണ്ട് കസ്തൂരിമാൻ, പിന്നെ ഞങ്ങളുടെ പടങ്ങളാണ് എനിക്ക് നമ്മുടെ പടങ്ങൾ തന്നെയാണല്ലോ പ്രണയം നമ്മുടെയിലേക്കാണ് വരുന്നത്. പിന്നെ മീര പലതും മീരനെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തമിഴില് റൺ എന്ന് പറഞ്ഞ പടത്തിൽ മീര വന്നപ്പോ ഓ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഒരാള് അത് വരുമ്പോ കമൽ സാറിന്റെ പടങ്ങള് അല്ല, കമൽ സാറിന്റെ പടങ്ങൾ ഈ പറഞ്ഞു വെച്ച ഈ സിനിമകളെല്ലാം നമ്മുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഒന്നും മാറ്റിവെക്കാൻ പറ്റിയ സിനിമകളാണ്. സിനിമയുടെ പട്ടിക അങ്ങനെ തന്നെയാണ്. അവാർഡുകൾ കിട്ടുന്തോറും നമുക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും നമുക്ക് റെസ്പോൺസ് കൂടുകയാണ് അല്ലെ. അവാർഡ് കിട്ടിയ സമയങ്ങളൊക്കെ അങ്ങനെയാണ്, റെസ്പോൺസ് കൂടുകയാണ്. അത് നമ്മളെ ഒത്തിരി അലട്ടുന്നു. നമുക്ക് അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമ്മളെ പ്രേക്ഷകരെ ഏറ്റെടുത്ത് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റി, അതും ആ സമയത്ത് ഒരു യങ് ഏജിലല്ലേ നാഷണൽ അവാർഡൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ അറിയാതെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും. പക്ഷെ ഞാൻ ഇപ്പൊ പഠിച്ചതെന്ന് വെച്ചാലേ, ലൈഫിനെ അധികം നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ പാടില്ല. ഈവൻ പ്രൊഫഷനെ പോലും നമ്മൾ ചില മൊമെന്റ്സ് കാണും, സീരിയസ് ആയിട്ട് എടുക്കുന്ന ചില മൊമെന്റ്സ് കാണും. പക്ഷെ അപ്പോഴും നമ്മൾ കോൺഷ്യസ്ലി നമ്മളോട് പറയണം, നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കണം. ഈവൻ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലോ നമ്മുടെ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വേണ്ടെന്നാണ് ഒരു അവസ്ഥയിലോട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. എങ്കിലും ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന നിമിഷത്തിലോട്ട് നമ്മൾ പോയേക്കാം, അതൊക്കെ മറന്ന്. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം. ഓക്കെ, കാര്യമില്ല, ബിക്കോസ് ലൈഫ് എന്ന് പറയുന്നത് ഒന്നും പെർമനന്റ് അല്ല. നമ്മളൊന്നും എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല, നമ്മൾ തന്നെ ഇല്ല. സോ മൊമെന്റ്, ആ നിമിഷം എൻജോയ് ചെയ്ത് ജീവിക്കുക. റെസ്പോൺസിബിലിറ്റി വൈസ് ഇപ്പൊ സിനിമയാണെങ്കിലും ഇപ്പം അന്നത്തെ പോലെ ഞാനിപ്പോ അധികം ഒന്നും അവിടെ വറി ചെയ്യുന്നില്ല. ഇൻ ദ സെൻസ്, അന്നൊക്കെ ഉണ്ടായിരുന്നു മറ്റേ പടം ഒന്നിന് ഇത് കിട്ടി, മറ്റേ ഇത് കിട്ടി, അവാർഡ് കിട്ടി, ഞാൻ അങ്ങനെ ഓക്കെ. മൂവീസ് സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്തേ ചെയ്യത്തുള്ളൂ, അതിലൊരു മാറ്റവും വരത്തില്ല. ബട്ട് ഒരുപാട് നാളെ ഇനി എന്താ, 5 വർഷം കഴിഞ്ഞ് എന്താ, 10 വർഷം കഴിഞ്ഞ് എന്താ, അങ്ങനെ ചിന്താഗതിയൊന്നുമില്ല. അത്തരം ചിന്താഗതി നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് സത്യം. കാര്യമില്ല, ബിക്കോസ് നമ്മുടെ കയ്യിലല്ല ഒന്നും. യെസ്, അതാണ് കറക്റ്റ്. ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് വരുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നു, സ്വീകരിക്കുന്നു. സന്തോഷം വരുമ്പം അതിന് മാക്സിമം യൂസ് ചെയ്ത് സന്തോഷിക്കുക. ചിലപ്പോ സങ്കടം വരുമ്പം ഓക്കെ ഇതും കടന്നു പോകുന്നുള്ള രീതിയിൽ എല്ലാം കടന്നു പോയതാണല്ലോ നമ്മളെല്ലാവരും അല്ലെ എല്ലാം കടന്നു പോയതാണ്. ഇനി ഈ സിനിമയാണ്, ഈ സിനിമയും ഇനി റിലീസിന് ഒരുങ്ങുകയാണ്. 29-ാം തീയതിയാണ് റിലീസ്. ക്യൂൻ എലിസബത്ത്, ഈ പറഞ്ഞ ഈ പേര് പോലെ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കണം. ഈ രാജ്ഞിയും ഈ പ്രജകളെയും ഈ മന്ത്രിയെയും ഈ രാജാവിനെയൊക്കെ ആളുകൾ ഏറ്റെടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തായാലും മീരയുടെയും നരന്റെയും തിരിച്ചു വരിക പ്രഷർ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. പപ്പേട്ടൻ്റെ ഒരു സിനിമയാണ്, 2 പ്രൊഡ്യൂസർമാർ, ജയകൃഷ്ണന്മാരുടെ പ്രൊഡ്യൂസർമാർ, ഇതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വേറെ പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കഥ എന്താണെന്ന് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക. ഈ കഥ സൂപ്പർ ഹിറ്റാണ്, ഫാമിലിക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ് ആണെന്ന് എല്ലാവരും എടുത്തെടുത്ത് പറയുന്നുണ്ട്. മീരയും നരന്റെയും ഈ തിരിച്ചുവരവ് നല്ലൊരു കൈയുടെ കൂടി തിയേറ്ററിൽ സ്വീകരിക്കട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.